The third term of arithmetic sequence is 26. Eighth term is 61. Find the common difference. ഇതെങ്ങനെ ചെയ്യാ? തേർഡ് ടേം 26 എന്നാ പറഞ്ഞേക്കണേ. ഈ തേർഡ് ടേം 26 നമ്മൾ എങ്ങനെ എഴുതുക? തേർഡ് ടേം ഈക്വൽ ടു 26 നമ്മൾ എങ്ങനെ എഴുതും? എഫ് പ്ലസ് 2d is equal to 26. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. എയ്ത്ത് ടേം 61 ആണ്. എയ്ത്ത് ടേം 61 ആണ്. ഇതിനെങ്ങനെ എഴുതാ? എഫ് പ്ലസ് 7d is equal to 61. രണ്ട് ഇക്വേഷൻ കിട്ടിയോ? നമ്മൾ എന്താ ചെയ്യുക? രണ്ട് ഇക്വേഷൻ കിട്ടിയ ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ കുറയ്ക്കും. ഒന്ന് പറഞ്ഞേ, എഫ് പ്ലസ് 7d. ഇത് ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അപ്പൊ അതിന്റെ തൊട്ട് താഴെ എഴുതണം കേട്ടോ. മറ്റേത് ഒന്ന് പറഞ്ഞ എഫ് പ്ലസ് 2d is equal to 26. നിങ്ങൾ എങ്ങനെ എഴുതണ്ട, നിങ്ങൾ വേറെ എഴുതി എഴുതിയാൽ മതി. ഞാനിപ്പോ അതിന്റെ താഴെ തന്നെ എഴുതണം. ഓക്കെ, ഇത് കുറച്ച് കഴിഞ്ഞാൽ എഫ് എന്താവും? വെട്ടിപ്പോവും. 7d നിന്ന് 2d പോയാ 5d അല്ലെ? 61 26 പോയാൽ കുറയ്ക്കില്ലേ? പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഇതെന്താ 6 കൂടെ ഒന്നാവോ ഇവിടെ? ഇല്ല. അപ്പൊ ഈ 6 എന്താവും? ഇത് 5 ആയിട്ട് മാറും. ഇവിടേക്ക് ഒരു 1 കൊടുക്കും. കടമാഞ്ച് ഇതാക്കാന്ന് പറയും അല്ലെ? അപ്പൊ 6 കൂടെ 11 ആവാൻ എത്ര? 5. 3 കൂടെ 2 കൂടെ 5 ആവാൻ 3. 5d is equal to 35 അല്ലേ? അപ്പൊ d is equal to എത്ര? 35/5 കിട്ടില്ലേ? ഇവിടെ 5 ഇൻറ്റു ചെയ്യണം. ഇൻറ്റു ചെയ്യണം. 5 അങ്ങോട്ട് പോകുമ്പോൾ ബൈ ചെയ്യും. 35/5 എത്ര? 7. കോമൺ ഡിഫറൻസ് കിട്ടിയോ? എ ക്വസ്റ്റ്യൻ കോമൺ ഡിഫറൻസ് അല്ലേ? ബി ക്വസ്റ്റ്യൻ എന്താ കാണണ്ടേ? ഫസ്റ്റ് ടൈം കാണണം. എങ്ങനെ ഫസ്റ്റ് ടൈം കാണേ? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കുക. ഏറ്റവും എളുപ്പം സിമ്പിൾ ഇക്വേഷനിൽ കൊടുക്കണ്ട. അപ്പൊ ഇതിലിട്ട് കൊടുക്കുക. ഇതിലിട്ട് കൊടുത്താൽ എന്താ പറഞ്ഞേ? എഫ് പ്ലസ് 2d is equal to 26. ഇതിനകത്ത് ഡിയുടെ പ്ലേസിൽ എന്ത് കൊടുക്കുക? 7. ഒന്ന് പറഞ്ഞേ, എഫ് പ്ലസ് 2 into 7 is equal to 26. 2 into 7 എത്ര? 14. എഫ് പ്ലസ് 14 is equal to 26. എഫ് ഈക്വൽ ടു 14 അങ്ങോട്ട് പോകും. 26 ബൈ അല്ല, ഇത് പ്ലസ് 14 അങ്ങോട്ട് പോകുമ്പോ -14. ആൻസർ 26 14 പോയാൽ പറഞ്ഞോ? 4 കൂടെ 6 ആവാൻ 2, 1 കൂടെ 2 ആവാൻ 2. അപ്പൊ എത്ര? 1. എത്ര വരുന്നേ? 12. എഫ് 12. അതല്ല അടുത്ത ചോദ്യം വന്നേക്കണേ. ചെയ്തൂടെ? ഓക്കെ, സി ക്വസ്റ്റ്യൻ എന്താ? അൽജിബ്ര കണ്ടുപിടിക്കാൻ. ഒന്ന് സീക്വൻസ് പറഞ്ഞ്. ഫസ്റ്റ് ടൈം 12 ആണ്. സെക്കൻഡ് ടൈം എന്താ? എത്ര കൂട്ടണം നമ്മള്? 7 കൂട്ടണം. 12ന്റെ കൂടെ 7 കൂട്ടിയേ 19. 19ന്റെ കൂടെ 7 കൂട്ടിയേ 26. ഇങ്ങനെയാണ് സീക്വൻസ് പോണത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അൽജിബ്ര കാണണമെങ്കിൽ, സി ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. അൽജിബ്ര കാണണമെങ്കിൽ ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്താണ്? 7. അപ്പൊ ഇവിടെ എന്ത് എഴുതാ? 7n. 7നേക്കാൾ എത്ര കൂടുതലാ? 12. 7നേക്കാൾ എത്ര കൂടുതലാ? ഉത്തരം ഏതാ? 7n പ്ലസ് 5. ഇപ്പൊ 7നേക്കാൾ കുറവാണെങ്കിൽ എന്ത് എഴുതും? മൈനസ്. അത്രേ ഉള്ളൂ. 7നേക്കാൾ കൂടുതലാണ് 12, അതുകൊണ്ട് പ്ലസ് 5 എന്ന് എഴുതി. 7നേക്കാൾ കുറവാണെങ്കിൽ -8 എഴുതും. ക്ലിയർ ആയാ പറയുന്നത്? അപ്പൊ 7n പ്ലസ് 5. സിമ്പിൾ അല്ലേ?